എന്ന കാര്യത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. പക്ഷേ ആവശ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വലിയ തോതിലല്ലേ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നത്. ഈ കഴിഞ്ഞ കോളേജ് അഡ്മിഷൻ്റെ ടൈമിൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, വൻതോതിൽ കുട്ടികൾ ഇവിടെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നുവെന്ന്. നമ്മുടെ കലാലയങ്ങളുടെ സ്ഥിതി മാറിയല്ലോ, വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയല്ലേ കാണാൻ നമുക്ക് കഴിയുക. കോഴ്സുകൾ ആവശ്യമായ മാറ്റങ്ങൾ വന്നല്ലോ. 4 വർഷ കോഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു ഉന്നതമായൊരു കമ്മീഷൻ അവർ പഠനം നടത്തി അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. പെട്ടെന്നൊരു ദിവസം 4 വർഷ കോഴ്സ് ആരംഭിച്ചതല്ല. ശ്യാം മേനോനെ പോലുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയായിരുന്നു അത്. വളരെ ഫലപ്രദമായി ആ കോഴ്സുകൾ നടന്നു പോകുന്നുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വലിയ തരത്തിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പ്ലാൻ കട്ടിൻ്റെ പ്രശ്നവും വരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാൻ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ വർഷം പ്ലാൻ കട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല സ്ഥിതി. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് മുഴുവൻ ഇപ്രാവശ്യത്തെ പ്ലാൻ മുഴുവൻ തന്നെ നടപ്പാക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുക. സർ, ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ ജീവിതം, പൊതുവെ നടമാടുന്ന ശാന്തി, ഇതൊക്കെ തള്ളിപ്പറയാൻ സാധിക്കുക? സർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനോടുള്ളൊരു പ്രതിപക്ഷമാണല്ലോ. ഈ നാടിനോടും ജനങ്ങളോടും പ്രതിപക്ഷമായിരിക്കണോ? നാടിൻ്റെ നേട്ടങ്ങളെ പുറംതിരിഞ്ഞു നിൽക്കണോ? നമ്മുടെ നാട് പോലെ സ്വച്ഛന്തമായി ജീവിക്കാൻ പറ്റുന്ന, സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന, ശാന്തതയോടെ ജീവിക്കാൻ കഴിയുന്ന മറ്റേതൊരു പ്രദേശം ഈ രാജ്യത്തുണ്ട്? ഇതല്ലേ നമ്മൾ കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത്. ഇവിടെ എടുത്തു പറയത്തക്ക വർഗീയ സംഘർഷങ്ങളേ ഇല്ലല്ലോ. നല്ല സമാധാനം നിലനിൽക്കുകയല്ലേ. ഈ കേരളത്തിൽ വർഗീയ സംഘടനകളില്ലാത്തതുകൊണ്ടാണോ? വർഗീയ സംഘടനകൾ ചില വർഗീയ സംഘടനകൾ കേരളത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ രൂപമെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സർ, അവർ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാക്കാത്തവരായിരുന്നോ? ഞാൻ ആ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ, ഏതെല്ലാം മട്ടിലുള്ളത്, എത്ര ഭീകരമായത്. സർ, ഇവിടെ എത്ര മനുഷ്യജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ കൊല ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, എത്ര വീടുകൾ കൊള്ളയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ഭീകരമായിരുന്നു സംഭവങ്ങൾ. അതെല്ലാം നടന്ന ഒരു നാടല്ലേ ഇത്. നമുക്ക് അറിയാത്തതല്ലാലോ അതൊന്നും. എന്നാൽ 2016 മുതൽ ഇപ്പോൾ 26 എത്തി നിൽക്കുകയാണല്ലോ നമ്മൾ. ഈ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ? വർഗീയ കലാപങ്ങളുണ്ടോ? എന്താ, ഇവരൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ടാണോ? ഇവരെല്ലാം നാട്ടിൽ പഴയതുപോലെ തന്നെയുണ്ടല്ലോ. പക്ഷേ അവരെ ചാരി ആരും നിൽക്കുന്നില്ല. അതാണ് പ്രത്യേകത. അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംരക്ഷണമില്ല. ഏത് വിഭാഗമായാലും
വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിനെ കർക്കശമായി നേരിടുന്ന സമീപനമാണ് കേരളത്തിൽ തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് തലപൊക്കാൻ കഴിയാത്തത്. തലപൊക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഇടപെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ആ മാറ്റം എന്താണ് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വിഷമം? നമ്മുടെ നാടിനെക്കുറിച്ച് കാണേണ്ട ഒരു കാര്യമല്ലേ അത്? നമ്മുടെ നാടിൻ്റെ നല്ല വശമല്ലേ അത്? ഇന്ന് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുകയാണ്. വിവിധ വിഷയങ്ങളുള്ള മറുപടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിയമസഭയിൽ.